നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 70. ഒരു രതി തന്നെ അഹന്ത ഇന്ദ്രിയാന്തഃകരണകളേപരം എന്നിതൊക്കെയായി വിരിയും. ഇതിന്നു വിരാമമെങ്ങ് വേറാം അറിവവനെന്ന് അറിവോളമോർത്തിടേണം. കഴിഞ്ഞ ശ്ലോകത്തിൽ രതിരഥത്തെപ്പറ്റി പറഞ്ഞു. ഗ്രീക്ക് പുരാണങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ വിശ്വം, കോസ്മോസ്, അവ്യവസ്ഥ, കാവോസ്, മന്മഥൻ, ഇറോസ് എന്നിവയാണ്. നമ്മുടെ പുരാണങ്ങളിൽ മന്മഥന്റെ വാമഭാഗം അലങ്കരിക്കുന്നത് രതിയാണ്. ഗ്രീക്കുകാർ രതിയുടെ സ്ഥാനത്ത് സൈക്കിയെ വെച്ചിരിക്കുന്നു. സന്ദേഹം, സ്മരണ, വിചാരം, വികാരം, അനുഭൂതി, ആഗ്രഹം, സ്വപ്നം, പൂർവാപരത്വം എന്നിവയുടെ ആകെത്തുകയാണ് സൈക്കി എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഓരോ അണുവിലും രതിരസാർത്തിയുണ്ട്. ബൃഹദാരണ്യകോപനിഷത്തിലെ 1-ാം ആരണ്യകം 4-ാം ഖണ്ഡം, അതിൽ ആദിപുരുഷനെ പറ്റി പറഞ്ഞിരിക്കുന്നു. ആദിപുരുഷൻ ഏകാഗിയായിരുന്നു. ഏകാഗിയായിരിക്കുന്നതിൽ അസന്തുഷ്ടിയുണ്ട്. അതുകൊണ്ട് രണ്ടാമതൊന്നുകൂടി ഉണ്ടായി കാണുവാൻ കൊതിച്ചു. അപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും കൂടി ആലിംഗനം ചെയ്തു നിന്നാൽ എത്ര വരുമോ അത്രയുമായി. ആദിപുരുഷൻ ആ മൂർത്തി രണ്ടായി മുറിഞ്ഞു. ഒരു പകുതി പതിയായി, മറ്റേത് പത്നിയും. ജീവശാസ്ത്രത്തിന്റെ പ്രഥമ ശ്രേണിയിൽ പ്രത്യക്ഷപ്പെട്ട ഏകകോശികളായ ജീവരൂപങ്ങളൊക്കെയും വികസിച്ച് രണ്ടായി മുറിഞ്ഞ് പുതിയ പ്രജകളായവയാണല്ലോ. പതിയും പത്നിയും പരസ്പരം തിരയുന്നതിനാൽ ദിക്കുകളെല്ലാം രതിയുടെ ആവാസഭൂമിയായി തീർന്നു എന്ന് പറയുന്നത് കവിതയ്ക്കും ശാസ്ത്രത്തിനും ഒരുപോലെ ഭൂഷണമായിരിക്കുന്ന പ്രതിജ്ഞയാണ്. ഇവിടെ പറയുന്ന രതിയെ തന്നെ ഫ്രോയിഡ് അദ്ദേഹത്തിൻ്റെ മനഃശാസ്ത്രത്തിൽ ലിബിഡോ എന്ന് വിളിക്കുന്നു. ഫ്രോയിഡിൻ്റെ ലിബിഡോയെ രതി എന്ന് വിളിക്കുന്നതിലും കുറെ കൂടി ശരി ഔരസ തേജസ് എന്ന് വിളിക്കുന്നതായിരിക്കും. ജീവിത ചംക്രമണത്തിനുള്ള ചക്രനാഭിയാണ് സെക്സ് എന്ന് ഫ്രോയിഡ് പറയുമ്പോൾ അതിനെ പ്രാകൃതമായ ലൈംഗികാസക്തി എന്ന് മനസ്സിലാക്കരുത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വ്യവഹാരക്ഷമമായ ബോധം ഒരു തോണിയാണെങ്കിൽ അത് ഒഴുകി നടക്കുന്നത് സ്വപ്നസാഗരത്തിലാണ്. ഈ സമുദ്രത്തിലെ നുരയും പതയും കല്ലോലങ്ങളും പരപ്പും എല്ലാം തൈജസമാണെങ്കിൽ അതിൻ്റെ ആഴം അളക്കപ്പെടാൻ കഴിയാത്ത അവബോധമാണ്. തൈജസമായ എല്ലാ പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ഉറവിടം ഔരസമായ വാസനയാണ്. ജീവസന്ധാരണത്തിന് ആഹാരം പോലെ അനിവാര്യമാണ് സ്നേഹം. ധർമ്മവിരോധമുള്ളതോ ധർമാവിരുദ്ധമോ ആയ കാമം തന്നെയാണ് ജീവിതത്തിലെ ഓരോ ചേഷ്ടയുടെയും അർത്ഥമായി ഭവിക്കുന്നത്. സ്നേഹത്തിനു വേണ്ടിയുള്ള ത്വര എന്തെല്ലാം രൂപം പ്രാപിക്കുമെന്ന് പറയാൻ പ്രയാസം. സുഖം തേടുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അഹംബുദ്ധിയെയാണ് ഭോക്താവെന്ന് പറയുന്നത്. ആ ഭോക്താവ് തന്നെയാണ് ജ്ഞാതാവും കർത്താവുമായി അഭിമാനിച്ചു പോരുന്നത്. ജ്ഞാനം ഇച്ഛയ്ക്ക് വിഷയമുണ്ടാക്കി കൊടുക്കുന്നു. കർമ്മം ഇച്ഛയെ സാധിച്ചു കൊടുക്കുന്നു. ഇച്ഛയാകട്ടെ ആനന്ദത്തിനു വേണ്ടിയുള്ള ദാഹമാണ്.
അതുകൊണ്ട് രതിയെ ഫ്രോയിഡ് ലിബിഡോ എന്ന് വിളിച്ചതിൽ അതിശയോക്തിയില്ല. ലിബിഡോയിൽ ഫ്രോയിഡ് രണ്ടു മാതിരി പ്രവണതകൾ കണ്ടു. ഒന്ന്, ഇന്ദ്രിയങ്ങളിൽ കൂടി വിരിഞ്ഞു ചെന്ന് കളേബരാതി ലോകത്തെ പ്രിയവിഷയമാക്കി ആനന്ദം തേടുക. രണ്ടാമത്തേത്, തന്നിലേക്കു തന്നെ തിരിഞ്ഞ് ആത്മരതി അന്വേഷിക്കുക. ഫ്രോയിഡിന് ആത്മജ്ഞാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആത്മരതി അന്വേഷിക്കുന്നതിനെ അദ്ദേഹം നർസിസം എന്ന മനോരോഗമായിട്ടാണ് എണ്ണിയത്. കഴിഞ്ഞ ശ്ലോകത്തിൽ രതിരഥമേറി അഹന്തരമ്യരൂപം പ്രതി അലഞ്ഞു നടക്കുന്നതായി പറഞ്ഞത് ഫ്രോയിഡ് പറയുന്ന വിഷയാസക്തി തന്നെയാണ്. ഈ പരക്കം പാച്ചിലിന് എന്ന് വിരാമമുണ്ടാകും എന്ന് ഗുരു ചോദിക്കുന്നു. ഫ്രോയിഡ് ഇതിന് ഒരു വിരാമവും കാണുന്നില്ല. എന്നാൽ ഗുരു കാണുന്നു. എപ്പോഴാണ് ഞാൻ അങ്കിയല്ല, അറിവ് മാത്രമാണെന്ന് അസന്നിഗ്ധമായി അറിയുന്നത്, അപ്പോൾ ഈ ഭ്രമബുദ്ധിക്ക് വിരാമമുണ്ടാകുമെന്ന് ഗുരു തീർത്തു പറയുന്നു. അത് ആശ്വാസകരം തന്നെ.